Hello friends, welcome to Shana's Recipes. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത് മാത്രമല്ല നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരം വെക്കാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. ഞാനത് കുറച്ച് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് റെസിപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി കൂടി ഞാൻ കേർട്ടസി ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ. നല്ല എളുപ്പമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങുണ്ട്. ഞാനത് ഫ്രൈസിൻ്റെ ഒരു ഇതിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിത് 3 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവനുസരിച്ച് നിങ്ങൾ എടുക്കുക. നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. ഞാൻ ഈ പറയുന്ന മെത്തേഡാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കറുത്ത കളറ് വരാൻ തുടങ്ങും. ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ അങ്ങ് ഇറങ്ങി ആ കളറൊക്കെ ഒന്ന് മാറിപ്പോകും. അത് മാറിപ്പോകുന്നത് നല്ലതാണ്. പക്ഷേ എന്നാലും നമുക്ക് ആ കളറ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു കിച്ചൺ ടവലിലേക്ക് എടുത്തിട്ട് അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് ആ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. ഒരു കിച്ചൺ ടവൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോട്ടൺ തുണി എടുത്താലും മതി. പോളിസ്റ്റർ ഒന്നും എടുത്താൽ അതിൽ വെള്ളം പോവില്ല. കുറച്ച് കോട്ടൺ തുണി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒപ്പിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ അല്ല, ജസ്റ്റ് ഓയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഓയിൽ ഒന്ന് ചൂടാക്കിയ ഓയിലിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കത് അപ്പം തന്നെ എടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഒരുപാട് ചൂടാവേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് കുറച്ചായിട്ട് ഈ ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരം വെക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡ് ഇതിലൊന്നിട്ട് ഡിപ്പ് ചെയ്യുക. ആ ഓയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു ചൂട് വരുന്ന സമയത്ത് അതങ്ങ് എടുത്ത് മാറ്റി നമുക്ക് വെക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്രൈസ് കൂടി ഞാൻ ഇതേപടി തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഒന്ന് അതിൽ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഡിപ്പ് ചെയ്ത് ഓയിലിൽ നല്ല ചൂടായ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ചത് 30 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈസാണിത്. ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാവില്ല നമ്മൾ, കാരണം ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ എണ്ണയൊക്കെ ഒരുപാട് പോയിട്ടുണ്ടാവും, ചെറിയൊരു എണ്ണമയം ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് വേണം ഇതിൽ. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രൈസിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, എന്നാലേ ഫ്രൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അകത്ത് ഒരുപാട് ക്രിസ്പി ആവാതെ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല വെന്തിട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഈ മിക്സ്ചർ എടുത്ത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, അതും ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പിന്നീട് എടുത്ത് പൊരിക്കാനാണെങ്കിലും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിന് ഉപ്പ് നമ്മൾ ഇടാറില്ല. അപ്പോൾ ഉപ്പ് വേണമെന്നുള്ളവർക്ക് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഉപ്പുണ്ടാവും. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉപ്പിടാതെയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിൽ ഉപ്പില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം അരമണിക്കൂർ തൊട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ അത്ര നേരം വെച്ചിട്ടെടുത്ത് പൊരിക്കുകയാണെങ്കിൽ ആ പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ലപോലെ നല്ല കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഓൾറെഡി ഫ്രീസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചതാണ്. അപ്പോൾ അതിൽ അവർ ഒരുപാട് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതങ്ങനെയൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി നമുക്ക് വെക്കാവുന്ന എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 മിനിറ്റാണ് ഇത് വേവിക്കാനുള്ളത്. 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫ്രൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. പക്ഷേ അതിൻ്റെ അകത്ത് വെന്തിട്ടുണ്ടാവില്ല. പുറത്ത് പെട്ടെന്ന് തന്നെ ക്രഞ്ചി ആയിട്ട് കളറൊക്കെ മാറി വരും. അപ്പം നമ്മൾ വിചാരിക്കും അത് അകത്തും വെന്തിട്ടുണ്ടാവും എന്ന്. പക്ഷേ അകത്ത് അത് പഞ്ഞി പോലെ ആയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മുറുകാതെ ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ആയി അതങ്ങ് ആ ടെക്സ്ചറേ മാറിപ്പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ രണ്ടും കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഒന്നുകൂടി ആറിക്കഴിഞ്ഞതിന് ശേഷം അത് കറക്റ്റ് ടെക്സ്ചറിലേക്ക് വന്നോളും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് പൊരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിലൊന്നും വീഴുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രൈസ് ചെറുതാവുമ്പോൾ നമ്മൾ ഓരോന്നൊക്കെ ഇട്ട് പൊരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പാടായിരിക്കും. കയ്യിലൊക്കെ എണ്ണ വീഴാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊരിക്കുമ്പോൾ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. കുറച്ച് റിസ്ക് കുറവായിരിക്കും. അപ്പോൾ ആ ടിപ്പ് കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളത് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുപോലെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു ടൊമാറ്റോ സോസ് കൂടി ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങണ്ട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ പിക്സൊക്കെ അയക്കുക. ടെസ്റ്റിമോണിയൽസൊക്കെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡ്സും റെസിപ്പികളും ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്